ഗുഡ് മോർണിംഗ്, നമസ്കാരം. വെൽക്കം ടു സിംഗപ്പൂർ ചോയ്സ്. സിംഗപ്പൂർ ചോയ്സിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്, തൊട്ടറിയാൻ പോകുന്നത് ഒരു വികാരത്തെയാണ്. ഒരു യൂണിറ്റിയുടെ വികാരത്തെ. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ തുനിഞ്ഞ് ഇറങ്ങി മൊത്തം കൈവിട്ട് തകർന്നു പോയ ഒരു സംഭവത്തെ ഒരുമിച്ച് പിടിച്ചു നിർത്തി അതിനെ റീബിൽഡ് ചെയ്യാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന, അത് സാക്ഷാത്കരിക്കുന്ന ഒരു വികാരത്തെയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ കേരളത്തിലുണ്ടായ ആ ഒരു സങ്കടാവസ്ഥയാണ്, ഒരു ദുരവസ്ഥയാണ്. ഫ്ലഡ് ആൻഡ് ഡാം തുറന്നു വിടുക, മഴ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ഒരുപാട് പേരുടെ ജീവിതം, സ്വത്ത്, അവരിത്രയും നാൾ കണ്ട സ്വപ്നങ്ങൾ, ഇതൊക്കെ നമ്മുടെ കൺമുന്നിൽ നശിച്ചു പോയ ദിവസങ്ങൾ. നാച്ചുറൽ കലാമിറ്റീസ് നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ. അത് കാലം സംഭവിച്ചു, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്നത്, ലെറ്റ്സ് റീബിൽഡ് കേരളത്തിന് ഇപ്പോഴാണ് ഒരുപാട് സഹായം വേണ്ടത്. അതിന് നമ്മൾ പ്രവാസികളാണ്. പ്രവാസ ലോകത്തിരുന്നുകൊണ്ട് നമുക്ക് ഇപ്പോഴാണ് ആക്റ്റീവായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ സഹോദരന്മാർക്ക്, നമ്മുടെ ബന്ധുക്കൾക്ക്, നമ്മുടെ നാട്ടുകാർക്ക് അവരെ വീണ്ടും പുനരധിവസിപ്പിക്കാൻ, അവരെന്തായിരുന്നോ അറ്റ്ലീസ്റ്റ് അതിന് മേലെയൊന്നും ഇല്ലെങ്കിലും അതിൽ ആ ഒരു സ്റ്റേജിലേക്ക് പുനരധിവസിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ട സമയം. യെസ്, ഓൾവേസ് ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ വരുന്ന സമയത്താണ് നമ്മൾ നമ്മുടെ ഉള്ളിലെ യുണൈറ്റിയെ തിരിച്ചറിയുന്നത്. സിംഗപ്പൂർ മലയാളി അസോസിയേഷൻ ഇസ് ദേർ വിത്ത് യു. സിംഗപ്പൂർ മലയാളി അസോസിയേഷൻ ആക്റ്റീവായി ഇറങ്ങി കുറേ പ്രവർത്തനങ്ങൾ ചെയ്തു, കുറേ വോളണ്ടിയർഷിപ്പ് ചെയ്തു. അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ, അത് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്ന് പറയാനായിട്ട് അതിന് അധികാരപ്പെട്ട കുറച്ച് പേര് നമ്മുടെ കൂടെയുണ്ട്. സോ ലെറ്റ്സ് സീ വാട്ട് ഈസ് ഹാപ്പനിങ്. നമസ്കാരം, ഞാൻ ശ്രദ്ധ. ഞാൻ മലയാളിയല്ല, കല്യാണം കഴിച്ചത് ഒരു മലയാളിയാണ്. So I'm working with the Singapore Malayali Association. I'm basically a volunteer with them. So on August 11th, I was actually at a very early Onam celebration, and that was when the first reports of the flood were coming in. So it was not a very serious situation at that time, but that was the start of my urge to do something for Kerala, to give back to the place that has given me so much. So immediately I contacted the management committee of the Singapore Malayali Association, and we tried to go about setting up a fund to collect some money to donate towards the cause of helping the victims of the flood. So there are a few activities that we have done. Amongst them, we have collected, packed and sent many clothes and other items to Idukki. The other thing that we are doing, we worked overnight and set up, once we got the police permits, we set up an online portal to collect donations. And we also set up a physical donation booth in Little India, which is the most heavily populated area when it comes to Indians in Singapore. And we have been running this booth entirely on volunteers since we started. So when we first started, we had no idea how we were going to sustain this effort, but thankfully so many people have come forward to help us, Malayalis and non-Malayalis alike, and also non-Indians as well. We are very grateful to them for their generous contribution of time and effort. അപ്പോൾ ഇതിനെപ്പറ്റി കുറച്ച് ആധികാരികമായി സംസാരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സിംഗപ്പൂർ മലയാളി അസോസിയേഷൻ കേരളത്തിന് എങ്ങനെയാണ് ഒരു കൈത്താങ്ങായിട്ട് നിന്നിട്ടുള്ളതെന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് സിംഗപ്പൂർ മലയാളി അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ജയകുമാർ നമ്മുടെ കൂടെയുണ്ട്. അപ്പം സർ, വെൽക്കം. നമസ്കാരം. വളരെ ആകാംക്ഷയോടെയും വളരെ പ്രയാസത്തോടെയാണ് ആ വീഡിയോ ന്യൂസും മറ്റുമൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ തന്നെ ഇവിടെയുള്ള മലയാളികൾക്ക് വളരെയധികം വിഷമമുണ്ടായി. അവരുടെ റിലേറ്റീവ്സ് അവിടെ ഉണ്ട്, അവരുടെ ഫ്രണ്ട്സ് ഉണ്ട്, അവരുമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്യും. ചിലരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റും, ചിലരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയുള്ള ആ ഒരു വിഷമത്തിൽ നമ്മുടെ അസോസിയേഷനായിട്ട് ആൾക്കാർ ബന്ധപ്പെടുകയും നമുക്ക് അസോസിയേഷൻ എന്ത് ചെയ്യാൻ കഴിയും എന്ന് ഇമ്മീഡിയറ്റ്ലി ആലോചിക്കുകയും ഒരു 3-4 ദിവസത്തിനകം നമ്മൾ ഇവിടുത്തെ ഒരു റെസ്പെക്റ്റബിൾ ഓർഗനൈസേഷൻ റെഡ് ക്രോസ് സൊസൈറ്റി അവരുമായിട്ട് ബന്ധപ്പെടുകയും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അത് ചെയ്യുന്നത് അവിടുത്തെ ജനങ്ങളിലെത്തിക്കണം, അല്ലെങ്കിൽ ആ രാജ്യത്തിനെത്തിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോട് നമ്മൾ അവരുമായിട്ട് സംസാരിച്ചു. അവരെ എഗ്രി ചെയ്യും. അതനുസരിച്ച് നമ്മൾ ഇവിടെ ഒരു കേരള ഫ്ലഡ് റിലീഫ് എന്ന് പറഞ്ഞൊരു അസോസിയേഷൻ രൂപീകരിക്കാൻ ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് ചെയ്യും. അഡ്മിനിസ്ട്രേഷൻ കമ്മിറ്റി നമ്മൾ ഉണ്ടാക്കുകയും ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. പക്ഷെ അതിൽ നമുക്ക് ഏറ്റവും പ്രധാനമായി അറിയേണ്ടത്, കേരളത്തിൽ സംഭവിച്ചതുപോലെ തന്നെ ഇവിടെയും ജാതി മതഭേദമന്യേ എല്ലാ മലയാളികളും, സിംഗപ്പൂരിനെ സംബന്ധിച്ച മലയാളികൾ മാത്രമല്ല, ഇവൺ മറ്റു ചൈനീസും മലേഷ്യയും എല്ലാവരും വരികയും
അവരെ കഴിയുന്ന സഹായം അവർ ഓഫർ ചെയ്യുകയും ചെയ്തു. അത് നമ്മളെ സംബന്ധിച്ച ഒരു വ്യത്യസ്ത അനുഭവമായിരുന്നു. അപ്പോൾ അത് കൂടാതെ തന്നെ നമ്മുടെ അസോസിയേഷൻ പോലെ 10-30 അസോസിയേഷനായിട്ട് ബന്ധിച്ചുകൊണ്ട് നമ്മൾ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. ആൾമോസ്റ്റ് ഓൾ ഇന്ത്യൻ അസോസിയേഷൻസ് ആണ് എല്ലാം. പല സംഘടന, ഹിന്ദി, തെലുഗു, കന്നഡ എല്ലാവരും ഇതിൽ ബന്ധപ്പെടുന്നു. അങ്ങനെയുള്ള 30 അസോസിയേഷൻ കൂടാതെ ഇവിടെ ലിറ്റിൽ ഇന്ത്യ ഷോപ്പേഴ്സ് അസോസിയേഷൻ ലിഷ, അതിൻ്റെ പ്രസിഡൻറ്റ് മിസ്റ്റർ രാജ്കുമാർ നമുക്ക് വളരെയധികം സഹായം ചെയ്തു കഴിഞ്ഞു. അതുകൂടാതെ ഇവിടുത്തെ ഒരു പോപ്പുലർ റെസ്റ്റോറൻ്റാണ് ബനാന ലീഫ് അപ്പോളോ. എല്ലാ വോളണ്ടിയേഴ്സിനും അവർ ഫുഡ് പ്രൊവൈഡ് ചെയ്തു. അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുകയും നമുക്കൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്തു. ഇതൊരു മഹത്തായ കാര്യമായിട്ടാണ് നമ്മുടെ അസോസിയേഷൻ കരുതുന്നത്. എൻ്റെ പേര് സിന്ധു കൃഷ്ണ. നമ്മുടെ ഈ ഫ്ലഡിൻ്റെ കാര്യം അറിഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. എന്താ ചെയ്യേണ്ടത്, നമുക്കിവിടെ ഇരുന്നിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോഴാണ് SMA ഇങ്ങനെ ഒരു ബൂത്ത് ചെയ്യണതൊക്കെ കേട്ടത്. അപ്പോൾ അതിന് വേണ്ടി വോളണ്ടിയർ ചെയ്തു. ഞങ്ങൾ കുറേ ക്ലോത്ത്സൊക്കെ പാക്ക് ചെയ്യാനും കുറേ ഹെൽപ്പൊക്കെ ചെയ്തു. ഈ ബൂത്ത്സ് എല്ലാം അപ്പോൾ നല്ല 3 ദിവസം ഇരുന്നുള്ളൂ. പക്ഷേ 3 ദിവസം പല വ്യത്യാസമായ എക്സ്പീരിയൻസ് ആയിരുന്നു. ആൾക്കാർ വന്ന് ഡൊണേറ്റ് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നും. ചിലവർ ചെയ്യുമ്പോൾ അവർക്ക് തന്നെ അത്ര വലിയ സമ്പത്തൊന്നും ഇല്ലാത്ത ആൾക്കാരായിരിക്കും. എന്നാലും അവർ വന്നിട്ട് 50-100 കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും. അതും അല്ലാണ്ട് അവർ വന്ന് നമ്മുടെ അടുത്ത് ഒന്ന് ചോദിക്കും, എന്നമ്മ എല്ലാം നല്ല ഇരിക്കാങ്ങളാ, തണ്ണിയെല്ലാം വടിഞ്ഞെടുത്താൽ അവർക്ക് ആ ഒരു കെയർ, കമ്പാഷൻ, എമ്പത്തിയൊക്കെ നമുക്ക് അവരുടെ കണ്ണിൽ കൂടി കാണാൻ പറ്റും. അത് വളരെ മനസ്സിന് വളരെ ഒരു വിഷമം തോന്നിക്കും അവരങ്ങനെ പറയുമ്പോൾ. വയസ്സായവർ, ചെറിയ കുട്ടികൾ, അങ്ങനെ എല്ലാവരും ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. ബൂത്തിലുള്ളപ്പോൾ ചെറിയ കുട്ടികളൊക്കെ വന്നിട്ട് അവരുടെ കയ്യിലുള്ള പേഴ്സിലുള്ള വാലറ്റിലുള്ള $1 ആണെങ്കിൽ ആ $1 അവർ അതിൽ ഇടുമ്പോൾ അവർക്കുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് അവരുടെ കണ്ണിൽ കൂടി കാണാൻ പറ്റും. ആ $1 പറഞ്ഞതല്ല, അത് കുറേ ഡോളേഴ്സിൻ്റെ വേർത്താണെന്ന് തോന്നുന്നു എനിക്ക്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനുഷ്യത്വം മരിച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലാവേണ്ട ഇത് കൂടി. സോ വളരെ സന്തോഷമുണ്ട് ഇതിന്. ആക്റ്റീവ്ലി മറ്റൊരു നാട്ടിൽ നിന്ന് വന്ന ഒരാൾ ആക്റ്റീവ്ലി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക, അതൊരു ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് അല്ലേ. നമ്മുടെ വിഷമം കണ്ട്, നമ്മുടെ സങ്കടം കണ്ട്, അതിലൊരു ഇൻസ്പിറേഷൻ കണ്ട് നമ്മളെ സഹായിച്ച ഒരു സിംഗപ്പൂരിയൻ. ഹി ഈസ് ബേസിക്കലി എ ചൈനീസ്. Yes. And now he stays in Singapore. Yes, I've been born in Singapore, live in Singapore. Live in Singapore, and basically a Chinese. And I have Kenny with me. Nice to meet you. Hello. Kenny, what did you do? How did you know all this things happen in Kerala, and what did you do for that? In my line of work, I'm an IT manager. So we in Singapore, we employ a very diverse, multicultural workforce. But it's last year that I realized that a part of our work group was being left out. So I myself went to learn about who I'm working with. Okay. And these were mothers from South India and Kerala as well. And so I started to integrate with their culture a lot, took up Hinduism, and suddenly I realized that I should be actually paying respects to all this cultural exchange, and started want to go to India. They encouraged me a lot. And I realized that I was so welcome in India that I felt that I should do some service to Hindustan in return, because this is such a rich culture that actually started the whole world. So who told you about the natural calamity happened in India? How did you come to know that? I was actually connected with a lot of tour groups, tour agencies in Chennai and Kerala as well, because I was debating to travel to India for my birthday again, this time to South India. So there's always Kerala versus Chennai, which one to go to. Wonderful, yeah. And suddenly I realized one of the tour agencies in Kerala, Trip Jodi, actually started posting about their the issue going on and how they converted their tour agency into kind of a volunteer hub, but they needed a lot of funding to buy the supplies necessary that. And I started to look in Singapore, is there any India flood relief in Singapore? But news was actually very slow to start in Singapore. So I was actually found SMA, and they were saying that we have some licensing to do before we are allowed to start. But in the meantime, I also wanted to do my part and try and counter all the misinformation on the internet, because some people, when disasters strike, they tend to post a lot of unnecessary statement and misunderstanding. The negative side of it. ഇപ്പോൾ അവിടെ ചില സ്കൂളുകളെല്ലാം പോയിട്ടുണ്ട്. അതിനെ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും? പുതുതായിട്ട് നമ്മൾ നിർമ്മിക്കുന്ന ഉള്ളതിനെ പഴയ പോലെ ആക്കുക. ഹോസ്പിറ്റൽസ് എല്ലാം പോയിട്ടുണ്ട്, അതിനെ ചെയ്യുക. പിന്നെ മെഡിക്കൽ സർവീസ് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ
മാസത്തിലൊരിക്കൽ ആഴ്ചയൊരിക്കൽ ചില ചെക്കപ്പുകൾ ചെയ്യുക, അവർക്കുള്ള മെഡിക്കൽ പ്രൊവിഷൻ ചെയ്യുക, അതേപോലെ ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ സോളാർ സിസ്റ്റം എന്തെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ, അതെല്ലാം നമ്മളിപ്പം $5 ലക്ഷം, അതായത് 3 കോടി രൂപയാണ് നമ്മൾ സമാഹരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതുവരെ $4 ലക്ഷം വരാൻ കഴിഞ്ഞു. നമ്മൾ $1 ലക്ഷം നോക്കുന്നുണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് റെഡ് ക്രോസുമായിട്ട് ആലോചിച്ച് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി, ആ മാസ്റ്റർ പ്ലാൻ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും സഹായം കിട്ടുമോ, ഇന്ത്യ ഗവൺമെൻറ്റിന് സഹായം കിട്ടുമോ അത് കംപ്ലീറ്റ് ചെയ്യാൻ, അത് നമ്മളവിടെ സബ്മിറ്റ് ചെയ്യണ ആഗ്രഹമുണ്ട്. അത് കഴിഞ്ഞ് എങ്ങനെ അത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള ടാർഗറ്റാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഹൗസ് ബ്രാൻഡ് കഴിഞ്ഞ 60 വർഷമായി സിംഗപ്പൂരിന്റെ തനത് രുചിക്കൂട്ടുകൾക്കും സ്വാദിനും ഒപ്പമാണ്. ഞങ്ങളുടെ ഓരോ ഉൽപ്പന്നങ്ങളുടെയും വാസനയും ഗുണമേന്മയും നഷ്ടപ്പെടാതിരിക്കാൻ ക്രയോജനിക് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഞങ്ങളുടെ തന്നെ ഫാക്ടറിയിൽ തയ്യാറാക്കി പാക്ക് ചെയ്യുന്നു. ഹൗസ് ബ്രാൻഡ്, തനത് സ്വാദിന്റെ സംതൃപ്തി. Combining elements of nature with holistic living for more than a decade, Ayush Ayurvedic brings to you an assuring healing touch. Our safe practices are refined with years of experience to treat rare, chronic and persistent ailments using enriched medicinal herbs. Our practitioners, drawn from the lap of Ayurveda in Kerala, bring in therapies in its finest form with an assurance of complete privacy to our patients. Ayush Ayurvedic. Call today 63980415, Singapore, Malaysia. ഇതൊക്കെ ഇവിടെ ഉണ്ടാവോ? നീ വായിക്ക്. ഉള്ളി, വെളുത്തുള്ളി, പെരുംജീരകം ആൻഡ് കുടം, കൊടംപുളി. അതെല്ലാം വേണം. ഇതെല്ലാം ഉണ്ട്. എവിടെ ഉണ്ടെന്നാ? കാർത്തികയിലുണ്ട്. നിങ്ങളുടെ സംതൃപ്തിയാണ് ഞങ്ങളുടെ സന്തോഷം. കാർത്തിക സൂപ്പർ മാർക്കറ്റ്. Vincy's Beauty. Pamper yourself in true luxury. Most comforting, home-alike environment. Relax in the scented ambience with our signature custom-made facials from carefully hand-picked organic products. Look your best effortlessly with Vincy's painless 5-minute threading. Get treated by our highly qualified staff who will attend you with care and diligence. Vincy's Beauty. Feel beautiful more than you already are. Number 3 Norris Road, Little India, Singapore. നമ്മളെപ്പോഴും ചെറിയ പ്രായം മുതലേ ഈ മുത്തച്ഛന്മാരും മുത്തശ്ശിമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഓരോരുത്തരും ജനിക്കുന്നതും ജീവിക്കുന്നതിനൊക്കെ ഒരു ലക്ഷ്യമുണ്ടാവുന്നു. അപ്പോൾ അതുവരെ സുഖമായിട്ട് ഇവിടെ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇത് കൂടെയൊക്കെ നടന്നിരുന്ന ആൾ ആ ഒരു കറക്റ്റ് ഫ്ലഡിൻ്റെ അന്ന് രാവിലെ കേരളത്തിൽ എത്തിപ്പെടുകയും പിന്നെ ആക്റ്റീവ്ലി ഇവിടെ നിന്നുള്ള കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാനും നാട്ടിൽ നിന്ന് ഇവിടേക്കുള്ള കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാനും മാത്രമല്ല ഫ്ലഡിൻ്റെ ഒരു വിറ്റ്നസ്സും ഒരു സ്വയം അനുഭവിച്ച ഒരാളും കൂടി ആയിട്ടുള്ള ഒരാൾ നമ്മുടെ കൂടെ ഉണ്ട്. വെൽക്കം അനു. താങ്ക് യു. അപ്പോൾ അനു കറക്റ്റായിട്ട് 15-ാം തീയതി രാവിലെ അവിടെ ചെന്നെത്തും. അതോടുകൂടെ ഫ്ലൈറ്റ്സ് ക്യാൻസലായി. ക്യാൻസലായി. പിന്നെ അതുപോലെ മഴയായിരുന്നു, പൊരിഞ്ഞ മഴ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റാത്ത വീട് വരെ എത്തി. നമുക്ക് എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കാർ അങ്ങോട്ട് നമ്മുടെ നിൽക്കുന്ന സ്ഥലത്തേക്ക് വരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതായത് മഴയാണ്, റോഡൊന്നും കാണുന്നില്ല ഡ്രൈവർ ആണെങ്കിലും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ബാഗ് എടുത്തിട്ട് ലഗേജ് ബാഗ് ഒക്കെ എടുത്ത് നമ്മൾ കാറിൻ്റെ അടുത്തേക്ക് പോവുക ചെയ്ത്. പിന്നെ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് വീട്ടിൽ എത്താമെന്ന് മാത്രമാണ്, കാരണം അതേപടി മഴയായിരുന്നു. 15-ാം തീയതി എത്തി കഴിഞ്ഞപ്പോൾ സാധനങ്ങളെല്ലാം കയറ്റി വെച്ചു. അത് കഴിഞ്ഞ് 16-ാം തീയതി നമ്മൾ അപ്പം വരുന്നു പ്രതീക്ഷിക്കുന്നില്ല. അത് കഴിഞ്ഞ് രാത്രി കിടന്നുറങ്ങുന്ന സമയത്തേനാണ് ആൾക്കാർ വന്ന് വിളിക്കുന്നത് വെള്ളം കയറാൻ പോവാന്ന്. ജസ്റ്റ് ഇങ്ങനെ വന്ന് തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ വെള്ളം പൊങ്ങി വരുമായിരുന്നു. പെട്ടെന്നായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് മാറി നമ്മൾ തറവാട്ടിലോട്ട് ഇട്ട ഡ്രസ്സാലെ നമ്മൾ മാറി. അപ്പോൾ അനു എന്താണ് ആക്റ്റീവ്ലി നാട്ടിൽ ചെയ്ത എന്തൊക്കെ ആക്ടിവിറ്റീസ് ആയിരുന്നു നാട്ടിൽ ചെയ്തത്? നാട്ടിൽ ചെന്ന സമയത്തേനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കസിൻസിൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളൊരു എൻജോയ് മൂഡായിരുന്നു. പിന്നെ കറണ്ട് ഉണ്ടായിരുന്നില്ല. കറണ്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ സിറ്റുവേഷൻ കാണുന്നത്. ഈ സിറ്റുവേഷൻ കണ്ടപ്പോൾ ഓഫ് കോഴ്സ് ഏതൊരു മലയാളിനെ പോലും നമുക്ക് വെറുതെ ഇരിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഫോൺ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ഓരോ സ്ഥലത്ത് വോളണ്ടിയേഴ്സായിട്ട് എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്നു, ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുന്നു. അപ്പം സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ ഓരോ കേസുകൾ വരുന്നു.
അപ്പോൾ എല്ലായിടത്തും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കറണ്ടും ഉണ്ടായിരുന്നില്ല. അതേപോലെ നമുക്ക് ഫോൺ അപ്പം ഓരോ മണിക്കൂർ ഗ്യാപ്പ് ഇട്ട് ഞാൻ ഫോൺ കാറിൽ ചാർജ് ചെയ്തിട്ടാണ് ഞാനിങ്ങനെ ഓരോ സാധനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം സിംഗപ്പൂരിൽ നിന്ന് കുറേ അസോസിയേഷൻസ്, സാന്ത്വനം, അതേപോലെ സഹൃദയം, പിന്നെ സിംഗപ്പൂർ മലയാളി അസോസിയേഷൻസ്, ഇവരെല്ലാവരും ഫണ്ടുകൾ. അപ്പം അവരെല്ലാവരെയും കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു റൈറ്റ് പേഴ്സൻ്റെ അടുത്ത് കൊടുത്ത് റൈറ്റ് ആൾക്കാർക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അത് വലിയൊരു ടാസ്ക്കാണ്. നമുക്ക് അറിയത്തില്ല ഇപ്പം ഒരാളിൽ കൊടുത്തത് കറക്റ്റ് ആൾക്ക് എത്തുമോ അല്ലെങ്കിൽ അത് കിട്ടിയെന്നുള്ളത് ഉറപ്പുവരുത്താമല്ല. അപ്പം അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് എന്നാലാവുന്ന വിധത്തിൽ ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. എല്ലായിടത്തും കൊണ്ടെത്തിച്ചായിരുന്നു. ശരിക്കുള്ള ആൾക്കാർക്ക് തന്നെ ആൾക്കാരെ കാണുമ്പോൾ നമുക്കത് അറിയാം. എനിക്കത് ഫോട്ടോസ് ഷെയർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അവരുടെ ആൾക്കാരെ. പക്ഷേ എന്നാൽ പോലും ഞാൻ ജസ്റ്റ് എനിക്കൊരു ഇങ്ങനെ കാണിച്ചു കൊടുത്തായിരുന്നു, എല്ലാവർക്കും അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്ത് കാണിച്ചു കൊടുത്തായിരുന്നു. ഇപ്പം നമ്മുടെ കൂടെയുള്ളത് മിസ്റ്റർ JV നാഥനാണ്. ഇദ്ദേഹം സിംഗപ്പൂർ മലയാളി അസോസിയേഷൻ്റെ ഒരു മെമ്പറാണ് ആൻഡ് സിംഗപ്പൂർ ഹിന്ദു മലയാളി അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻറ്റും കൂടെയാണ്. അപ്പം അദ്ദേഹത്തിന് ഹി ഹാസ് മോർ ടു ടോക്ക് because he was actively working for ഈ ഒരു കോസിന് വേണ്ടിയിട്ട്. അപ്പം I would actually want to hear from you, like how was the actions made? See, the moment that we heard about an incident that took place, the natural disaster that took place in Kerala, that was sometimes on the 12th of August. Okay. I decided to quickly initiate this particular thing with Singapore Malayali Association. And so they agreed to collectively to work, and so I said let's integrate all the Malayali organizations together. And on the 12th of August we agreed upon it. On the 14th of August we had meetings with the Singapore Red Cross Society. Okay. And then we got their blessing and we got their commitment to collaborate and work together to engage ourselves in Kerala. So on the 17th of August we have the national publicity in Singapore. Okay. So when that took place, and so it was alerted, so every Malayalis in Singapore and Malayali organizations and all that got together, and we immediately created what we call a need for online fundraising. We also created what we call sites like the Lisa. Okay. We also created what we call groups of people who conducted some events to raise money. So there were exceptional cases where a young girl who did a dance, and she raised about 10,000 Singapore dollars, of which she donated 5,000 to SMA for this flood on her own choice, and 5,000 to somebody else who are in need. Okay. So we've found that it was quite a collective effort, and so we had regular meetings, regular engagement with all these community leaders, and then there was a lot more update to all those people because we had a huge number of expatriates who are working in Singapore. Okay, so those expatriates were very concerned whether the funds will go to them, the type of project that is going to take place, and how is this going to be administered. So we worked very closely with the Red Cross to give us the assurance how it is being done at the international level, how the funds will be administered. So one thing was very clear, that we have planned to collect up to $1 million. Okay. So only 5% and below will be used for administrative costs. Okay. So that was fantastic, and once we have completed the piece of work within a year or two, there will be an exhibition that will be held to inform the public and to inform the donors for the money that you have spent or contributed and how the funds were utilized. Okay. So what are the output that we have come up with? Okay. So those were some very critical things. Now, among them, we decided to pay attention more towards rebuilding, and one of the rebuilding issue was about whether the school was damaged, Okay. whether the hospitals were damaged, or whether the community hall were damaged. Okay. As those are the things that we want to rebuild back, Which so is that the they, emergencies which we need, Yeah. like hospitals, schools, and they are all basic necessities. correct. So all those things which are built, and also an adoption of 20 families or so. Wonderful. So to help them to build the places within the limited funds that we have. Then over and above, to also give them some medical support, 3 to 4 medical services that Singapore will try to help them to work, because in a flood situation like this there could be some illnesses, spreading diseases. And so it's an international effort. So Singapore would like to play a role to help collectively towards that. And as heard, it is like more than 30 organizations or like associations work behind it, right? You are united together. Yes, we had about 30 over organizations, for example, covering from
the social organization, the literacy organizations, and then we also had people from Ayurvedic group, and also we had very good support from the non-Malayali organizations as well to participate, and our target was about $500,000, but as at to date we're able to get about 360,000 Singapore dollars. Yeah, you are almost near the target, and Yeah. it's just like nearly 1 month Yeah. this happened. You have more time. Because, So- doing something when needed is that is what needed. So this is the time which Kerala is rebuilding her. So this is the time you need. But the other important factor is that we had many of the Malayalis in Singapore who are working as expatriates, who are IT engineers. They were able to use their competencies to help us to set up the online portal and all that. They were really super fast, and I was really impressed with that. That's nice. And I think that they were playing all their role. That's another way of contribution to the community as well. True. യെസ് യൂണിറ്റി ഇസ് സ്ട്രെങ്ത്. നമ്മളുണ്ട് അല്ലേ കൂടെ, നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി, ഉറ്റവർക്ക് വേണ്ടി അവരുടെ സ്വത്തും സമ്പാദ്യം സ്വപ്നങ്ങളും തിരിച്ചു കൊടുക്കാനായിട്ട് സിംഗപ്പൂർ മലയാളി അസോസിയേഷൻ, അതുപോലെ തന്നെ ഒരുപാട് അസോസിയേഷൻസ്, നേരത്തെ കേട്ട പോലെ ഒരുപാട് 30ഓളം അസോസിയേഷൻസ് ഒരുമിച്ച് കൈകോർത്ത് വി വിൽ റീബിൽഡ് കേരള എന്നുള്ള ആ ഒരു മോട്ടോയിൽ നിൽക്കുകയാണ്. സോ ഇതുപോലെയുള്ള ഒരുപാട് നല്ല മനസ്സുകൾ ഇനിയും ഉണ്ടാവട്ടെ. അതിനുവേണ്ടി നമുക്കിനി ഒരു ഡിസാസ്റ്റർ വരേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ തന്നെ ഒരു പ്രശ്നം വരുമ്പോഴാണല്ലോ നമ്മൾ ആ ഒരു യൂണിറ്റി അറിയുക. സോ വി ആർ there, we are rebuilding Kerala. വീണ്ടും നമുക്ക് കേരളത്തിനെ പുനരധിവസിപ്പിക്കാം. Let's do it together. ഹൗസ് ബ്രാൻഡ് കഴിഞ്ഞ 60 വർഷമായി സിംഗപ്പൂരിന്റെ തനത് രുചിക്കൂട്ടുകൾക്കും സ്വാദിനും ഒപ്പമാണ്. ഞങ്ങളുടെ ഓരോ ഉൽപ്പന്നങ്ങളുടെയും വാസനയും ഗുണമേന്മയും നഷ്ടപ്പെടാതിരിക്കാൻ ക്രയോജനിക് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഞങ്ങളുടെ തന്നെ ഫാക്ടറിയിൽ തയ്യാറാക്കി പാക്ക് ചെയ്യുന്നു. ഹൗസ് ബ്രാൻഡ്, തനത് സ്വാദിന്റെ സംതൃപ്തി. Mumtaha Collection creates a new fashion world of shopping experience. Check out our truly glamorous and elegant wedding collections. Traditional Indian and Pakistani designer wear, pure silk, Banaras, Kanjivaram sarees, size perfect lehengas, silver suits, children and men's wear, accessories with loads of ideas for the season at affordable prices. Right choice for every occasion. Festive offers avail up to 20% discount. Mumtaha Collection, 113 Serangoon Road, Singapore. ഇതൊക്കെ ഇവിടെ ഉണ്ടാവോ? നീ വായിക്ക്. ഉള്ളി, വെളുത്തുള്ളി, പെരുംജീരകം ആൻഡ് കുടം, കൊടംപുളി. അതെല്ലാം വേണം. ഇതെല്ലാം ഉണ്ട്. എവിടെ ഉണ്ടെന്നാ? കാർത്തികയിലുണ്ട്. നിങ്ങളുടെ സംതൃപ്തിയാണ് ഞങ്ങളുടെ സന്തോഷം. കാർത്തിക സൂപ്പർ മാർക്കറ്റ്. Hi, welcome to Gayatri's Makeovers. ഞാൻ ഗായത്രി മേനൻ, പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആൻഡ് സ്റ്റൈലിസ്റ്റ് ബേസ്ഡ് ഇൻ സിംഗപ്പൂർ. നിങ്ങളുടെ ഫേവറേറ്റ് ഐ ലുക്ക് എന്താണ്? എ സ്മോക്കി ഐ? ലെറ്റ്സ് ഷോ യു ഹൗ ക്വിക്ക് ആൻഡ് ഈസി എ സ്മോക്കി ഐ ക്യാൻ ബി. കം ഓൺ. ഹായ് മുഗ്ധ. ഹായ് ഗായത്രി. ഇന്ന് വിൽ സീ ഹൗ ഈസി എ സ്മോക്കി ഐ ലുക്ക് ക്യാൻ ബി ഓൺ മുഗ്ധ. Once the face is primed and foundation is done, we're ready to do the eyes. Two options. നമുക്ക് സോഫ്റ്റർ ലുക്ക് വേണമെങ്കിൽ we can use a brown kajal pencil. കുറച്ചുകൂടി സ്ട്രോങ്ങർ സ്മോക്കി ഐ ലുക്ക് വേണമെങ്കിൽ we use a black kohl pencil. I'm going to start with a black kohl pencil. നമുക്ക് ഒരു തിക്കായിട്ടൊരു ലൈൻ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. It doesn't have to be thin, it doesn't have to be precise. ഫാസ്റ്റായിട്ട് you can just draw a line. Clean ഒന്നും ആവേണ്ട ആവശ്യമില്ല. Open so we can see. Yeah, just a quick one. Inside corner to the outside corner വരെ എത്തണമെന്നേ ഉള്ളൂ. Take a small flat brush. Take a better brush. And just smudge the liner. പതുക്കെ നമ്മൾ സ്മഡ്ജ് ചെയ്താൽ മതി. നമ്മൾ സ്കിൻ ഓൺ ദി ഐസ് ഭയങ്കരമായിട്ട് പുള്ളിയരുത്. സോഫ്റ്റായിട്ട് സ്മഡ്ജ് ചെയ്താൽ മതി. ഇൻ എ ഹറി ആണെങ്കിൽ ബ്രഷസും ഇല്ലെങ്കിൽ നമുക്ക് ഫിംഗർ വെച്ചിട്ട് തന്നെ ചെയ്യാം. സ്മഡ്ജ് ഓൾ ദ വേ നിയർലി ടിൽ ദ ക്രീസ്. നമ്മൾ സ്മഡ്ജ് ചെയ്യുമ്പോൾ ക്രീസ് വരെ സ്മഡ്ജ് ചെയ്യണം.
സോഫ്റ്റായിട്ട് സ്മജ് ചെയ്താൽ മതി. സ്കിൻ അധികം വെളിക്കേണ്ട ആവശ്യമില്ല. വൺസ് ദാറ്റ് സ്മജ്, then we can decide on what color of smoky eye we want to go. Since Mugdha is wearing a blue, I don't want to go too blue with the color. So I will go slightly grey. നമ്മൾ എപ്പോഴും ബ്ലാക്ക് ആൻഡ് ബ്രൗൺ സ്മോക്കി ആയി ചെയ്യണമെന്നൊന്നുമില്ല. വൺസ് യു പിക്ക് അപ്പ് ദ കളർ, കം ആൻഡ് പ്രസ് ഇറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ദി ഐ. അത് തന്നെ സോഫ്റ്റ്ലി ബ്ലെൻഡ് ചെയ്താൽ മതി. Going to the inner corner, outer corner and all the way into the crease. Crease കഴിഞ്ഞാൽ നമുക്ക് ക്വിക്കായിട്ടൊരു ബ്രൗൺ എടുത്തിട്ട് we just need to warm up near the crease. Just a soft brown to warm up the color. അതും വലിയ സ്ട്രോങ് ആയിട്ട് ചെയ്യരുത്. Just a soft one. Once the crease color is done, we can use a highlighter color just under the eyebrows on the highest point of the arch. It's pretty much 3 different colors for a quick smoky eye. Do you want to take while I'm doing the other side as well? Thick line, soft ആയിട്ട് സ്മജ് ചെയ്യുക. നമ്മൾ കാജൽ അടിയിൽ ഉപയോഗിക്കുമ്പോൾ ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് ദി ഐ ഷാഡോ പൗഡർ doesn't fall onto the face and ruin the foundation and sticks on the lids very easily. Eyeshadow always start in the middle of the eye. എന്നിട്ട് ബ്ലെൻഡ് ചെയ്താൽ മതി. So to the inner corner, to the outer corner, to the crease. And lastly, we do our highlighter color. നമുക്ക് ഹോൾ ഡേ സ്മോക്കി ആയ ലാസ്റ്റിംഗ് വേണമെങ്കിൽ ഐഡിയലി യൂസ് ആൻ ഐ ഷാഡോ പ്രൈമർ ബിഫോർ യു യൂസ് യുവർ ഐ ഷാഡോസ്. എന്നിട്ട് നമുക്ക് കോൾ പെൻസിൽ വെച്ച് തുടങ്ങിയാൽ മതി. ദാറ്റ് വിൽ ഗിവ് യു ദ മേക്കപ്പ് ലുക്ക് ലാസ്റ്റിംഗ് ദ ഹോൾ ഡേ. സ്മോക്കി ആയി കംപ്ലീറ്റ് ആക്കാൻ all we need to do is finish off either with the kajal, liner and the mascara. Let's do that now. Depth വേണമെങ്കിൽ black and ഉപയോഗിച്ചാൽ മതി. Open. മസ്കാര ടിപ്സ് നമ്മൾ മുമ്പ് പറഞ്ഞ മാതിരി ആദ്യം ടോപ്പ് ഓഫ് ദ ടോപ്പ് ലാഷസ് ചെയ്യുക. ടോപ്പിൽ നിന്ന് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡു ഇറ്റ് ഫ്രം ദി അണ്ടർനീത്ത് ഓഫ് ദ ടോപ്പ് ലാഷസ്, ലുക്കിംഗ് ഡൗൺ, pushing it upwards. See you next time on Gayatri's Makeovers. Bye. സിംഗപ്പൂർ ചോയ്സ് സമർപ്പിക്കുന്നത് ഹൗസ് ബ്രാൻഡ് തനതായ സ്വാദിന്റെ സംതൃപ്തി. പവേർഡ് ബൈ ആയുഷ് ആയുർവേദിക് സിംഗപ്പൂർ ആൻഡ് മലേഷ്യ ഇൻ അസോസിയേഷൻ വിത്ത് കാർത്തിക സൂപ്പർ മാർക്കറ്റ്. നിങ്ങളുടെ സംതൃപ്തിയാണ് ഞങ്ങളുടെ സന്തോഷം. സുലു സ്റ്റൈൽ സലോൺ, ബെസ്റ്റ് റിവ്യൂസ് ഇൻ ടൗൺ.